വിദ്യാഭ്യാസം എന്താണ്, എന്തായിരിക്കണം, കുട്ടികൾക്ക് പഠിക്കാൻ താല്പര്യമില്ലാതെ വരുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, ഒരു വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ ഒരാൾ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ട് പോലും ഒരു തൊഴിൽ കിട്ടാതെ വരുന്നതിൻ്റെയും ജീവിതം കിട്ടാതെ വരുന്നതിൻ്റെയൊക്കെ കാരണം എന്താണ്, അങ്ങനെയുള്ള ചിന്തകളിൽ നിന്നാണ് ഇന്നത്തെ ഈ വീഡിയോ രൂപപ്പെടുന്നത്. 1800കളിൽ ജീവിച്ച എബ്രഹാം ലിങ്കൻ തൻ്റെ മകൻ സ്കൂളിലേക്ക് പോകുമ്പോൾ ആ മകന് വേണ്ടി എന്തായിരിക്കണം ഇവന് കൊടുക്കേണ്ട വിദ്യാഭ്യാസമെന്ന് ടീച്ചറിന് എഴുതുന്ന ഒരു കത്ത്, അതിൻ്റെ ഉള്ളടക്കം, അതിൻ്റെ ഈ കാലഘട്ടത്തിലെ റിലവൻസ്, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ സംസാരിക്കുന്നത്. ആയിരത്തി 1800കളിൽ ജീവിച്ചിരുന്ന മഹാനായ വ്യക്തിത്വമായിരുന്നു എബ്രഹാം ലിങ്കൻ. നമുക്കറിയാം, അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്ന എബ്രഹാം ലിങ്കൻ തൻ്റെ മകൻ്റെ അധ്യാപികയ്ക്ക് എഴുതി എന്ന് പറയപ്പെടുന്ന ഒരു കത്ത്, അതിൻ്റെ നിജസ്ഥിതിയെ പറ്റിയുള്ള അന്വേഷണങ്ങളിലൊക്കെ അത് എബ്രഹാം ലിങ്കൻ തൻ്റെ മകൻ ആദ്യമായിട്ട് സ്കൂളിൽ പോകുമ്പോൾ അധ്യാപികയ്ക്ക് എഴുതിയെന്ന് പറയുന്ന ഒരു കത്തുണ്ട്. ഈ ഒരു കത്ത് 150 വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടും ഇന്നും വളരെ റിലവൻസായിട്ട് നിൽക്കുന്ന ചില കാര്യങ്ങൾ ആ കത്തിലുണ്ട്. ഒരുപക്ഷെ മാതാപിതാക്കൾ കുട്ടികളെ വളർത്തുമ്പോഴും ഒരുപക്ഷെ അങ്ങനെ ഒരു കത്ത് നമുക്ക് എഴുതണമെങ്കിൽ, ഒരു പേരൻ്റ് എന്ന നിലയിൽ നമുക്ക് എഴുതണമെങ്കിൽ അതിനുള്ള ഒരു തരത്തിലുള്ള ഒരു രൂപാന്തരം ആ കാലഘട്ടത്തിൽ പോലും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഇത്രയൊക്കെ ഡെവലപ്ഡായി എന്ന് ചിന്തിക്കുന്ന ലോകത്ത് നമുക്ക് അങ്ങനെ ഒരു കത്ത് എഴുതാൻ സാധിക്കുമോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്പിരിറ്റ് ഉൾക്കൊള്ളാൻ സാധിക്കുമോ? അതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്, അങ്ങനെ ഒരു കത്ത് ഇന്നത്തെ കാലത്ത് ഒരു സ്കൂളിലോട്ട് എഴുതിയാൽ, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിൽ അങ്ങനെ ഒരു കത്തിൻ്റെ ഉള്ളടക്കം റിസീവ് ചെയ്താൽ അതിനോടുള്ള പ്രതികരണം ഈ കാലഘട്ടത്തിൽ എങ്ങനെയായിരിക്കും? ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള ചില വിഷയങ്ങളാണ്. ഒരുപക്ഷെ മാതാപിതാക്കളുമായിട്ട് അധ്യാപകരുമായിട്ടൊക്കെ ഈ വിഷയം ഒന്ന് ചർച്ച ചെയ്യാം എന്ന് വിശ്വസിക്കുകയാണ്. ഒന്നാമത്, അതിൻ്റെ എസൻസ് എന്തൊക്കെയാണെന്ന് മാത്രം. ഈ കത്തൊക്കെ പലരും വായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ കയറി ഈ കത്തൊക്കെ വായിക്കാൻ പറ്റും. പക്ഷെ അതിൻ്റെ എസൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനമായിട്ടും കുറേ അക്കാഡമിക് കാര്യങ്ങൾ മാത്രമല്ല എൻ്റെ കുട്ടിയെ പഠിപ്പിക്കേണ്ടത്, അവൻ്റെ ഒരു ക്യാരക്ടർ ബിൽഡിംഗ് നടക്കണം എന്ന് എബ്രഹാം ലിങ്കൻ ആവശ്യപ്പെടുകയാണ്. ഒരു മകനെ സ്കൂളിലേക്ക് അയക്കുമ്പോൾ ഒരു ക്യാരക്ടർ ബിൽഡിങ്ങിനായിരിക്കണം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്ന് ഒരു പേരൻ്റ് ആഗ്രഹിക്കുകയാണ്. ഇത് ഇന്നത്തെ കാലത്ത് എത്ര പേരൻ്റ് ആഗ്രഹിക്കുന്നുണ്ട്? എന്താണ് ക്യാരക്ടർ? ഒരു കുട്ടി വന്നിട്ട് ചോദിക്കുകയാണ്, എന്താണ് ക്യാരക്ടർ എന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറഞ്ഞു കൊടുക്കും? സ്വഭാവം, സ്വന്തമായ ഒരു ഭാവം അവനിൽ സൃഷ്ടിക്കണം. അവന് സ്വന്തമായി ഒരു ഐഡൻറ്റിറ്റി ഉണ്ടെന്ന് അവൻ തിരിച്ചറിയണം. അവൻ ആരാണെന്ന് അവൻ തിരിച്ചറിയണം. അതുതന്നെയാണ് സ്വഭാവം എന്ന് പറയുന്നത്. അല്ല, പറയുമ്പോഴെല്ലാം ഇരിക്കുകയും നിൽക്കാൻ പറയുമ്പോൾ നിൽക്കുകയും തിരിഞ്ഞ് നിൽക്കാൻ പറയുമ്പോൾ തിരിഞ്ഞ് നിൽക്കുകയും ചെയ്യുന്ന ഒരു അടിമയെ സൃഷ്ടിക്കലല്ല ക്യാരക്ടർ. പലപ്പോഴും ക്യാരക്ടർ എന്ന് പറയുന്നത് എന്തോ ഒരു അനുസരണമാണ് എന്ന് ധരിച്ചു വെച്ചിട്ടുള്ള ധാരാളം ആൾക്കാരുടെ ഇടയിൽ ക്യാരക്ടർ എന്താണ് എന്ന് അവിടെ വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹം. അത് താൻ ആരാണെന്നും ഉള്ള ഒരു വ്യക്തമായ ബോധം അവനിൽ സൃഷ്ടിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ് ക്യാരക്ടർ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കാലത്ത് നമ്മൾ സ്ഥിരമായിട്ട് പറഞ്ഞിരുന്നൊരു കാര്യമാണ് ഇഫ് ദ ക്യാരക്ടർ ഈസ് ലോസ്റ്റ് എവറിത്തിങ് ഈസ് ലോസ്റ്റ്. കാരണം ഒരു മനുഷ്യൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ റിസോഴ്സ് എന്ന് പറയുന്നത് ക്യാരക്ടറാണ്, മറ്റൊന്നുമല്ല. അപ്പോൾ എൻ്റെ മകനിൽ കുറേ അക്കാഡമിക് നോളജ് മാത്രമല്ല, അവനിൽ ശക്തമായൊരു ക്യാരക്ടർ രൂപപ്പെടുത്തണം എന്ന് ആ പിതാവ് സ്കൂളിനോട് ആവശ്യപ്പെടുകയാണ്. രണ്ടാമതായിട്ട്, ഈ ഷുഡ് ഹാവ് എ ബാലൻസ്ഡ് വ്യൂ ഓഫ് ലൈഫ്. ജീവിതത്തെക്കുറിച്ച് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യൂ ഉണ്ടായിരിക്കണം. അത് വളരെ പ്രധാനമായിട്ട് അദ്ദേഹം പറയുകയാണ്. നല്ലതിനെയും ചീത്തയും തിരിച്ചറിയാൻ കഴിയുന്ന, അല്ലെങ്കിൽ നല്ലത് മാത്രമല്ല ഈ ലോകത്ത്, ചീത്തയും ഉണ്ട് ഈ ലോകത്തെന്ന് അറിയുന്ന, അല്ലെങ്കിൽ കഷ്ടം മാത്രമല്ല ഒരുപാട് ശ്രേഷ്ഠതയും ഈ ലോകത്തുണ്ടെന്ന് തിരിച്ചറിയുന്ന, എല്ലാ കാര്യത്തെപ്പറ്റി ഒരു ബാലൻസ്ഡ് വ്യൂ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീമായിട്ടുള്ള ഒരു ബിഹേവിയർ അവനിൽ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് എക്സ്ട്രീമിസത്തിൻ്റെ ഞാൻ, എൻ്റെ വേഷം, എൻ്റെ ഫുഡ് എല്ലാം എക്സ്ട്രീമാണ്, എനിക്ക് തോന്നുന്നത് പോലെ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ. ഇന്നൊരു പാരൻ്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, മകൻ പഠിക്കാൻ പറയുമ്പോൾ അവൻ ചോദിക്കുന്നൊരു കാര്യം, പഠിച്ചിട്ട് എന്ത് പ്രയോജനമാണുള്ളത്, ഗൂഗിളിലെല്ലാം ഇല്ലേ,
അപ്പോൾ എക്സ്ട്രീമായിട്ടുള്ള ഒരു 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 മനോഭാവം ഒരു കുട്ടിയിലുണ്ടായാൽ അത് ജീവിതത്തിൽ ഒരുപാട് തകരാറുകളുണ്ടാകും. കാരണം നമ്മളാരും ഒരു ഐലൻഡ് അല്ല, ലോകത്ത് എല്ലാവരുമായിട്ട് ചേർന്ന് ജീവിക്കേണ്ടതാണ്. ഏത് കാര്യത്തിലും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഏത് കാര്യത്തിൻ്റെ ശരിയും തെറ്റും, ഒരാൾ നമ്മളെ ആക്രമിക്കാൻ വന്നാൽ പോലും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സ്വഭാവം അയാളിൽ ഉണ്ടായത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അതാണ് ഒരു ബാലൻസ്ഡ് വ്യൂ എന്ന് പറയുന്നത്. ഒരാൾ മോശമായി നമ്മളോട് ഇടപെടുമ്പോഴും അവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരാൾ നമ്മളോട് ഇടപെടുന്നത്, ഒരാൾ ദരിദ്രനായി പോയെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹം ദരിദ്രനായി മാറിയത്. അപ്പോൾ അവിടെയാണ് നമ്മളെല്ലാത്തിനെയും റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കുന്ന ഒരു സ്റ്റേജാണ്. അപ്പോൾ ആ ബാലൻസ്ഡ് വ്യൂ അവനിലുണ്ടാവണം. ഒരു മോശപ്പെട്ട പൊളിറ്റീഷ്യൻസ് ലോകത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അപ്പുറത്ത് നല്ല പൊളിറ്റീഷ്യൻ ഉണ്ടായിരിക്കും എന്ന് ആ കത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ വേറൊരു വലിയ കാര്യമെന്ന് പറയുന്നത്, അദ്ദേഹം പറയുന്നത് എൻ്റെ മകനൊരു ക്രിട്ടിക്കൽ തിങ്കിങ് എബിലിറ്റി ഉണ്ടാവണം, ചിന്തിക്കാനുള്ള കഴിവുണ്ടാവണം, ചിന്തിക്കാനുള്ള അവൻ്റെ കഴിവിനെ പരിപോഷിപ്പിക്കണം. ചിന്തിക്കാൻ കഴിവില്ലാതെ പോയാൽ വലിയ പ്രശ്നമാണ്. കാരണം പല കുട്ടികൾക്കും സ്വന്തമായൊരു ഒപ്പീനിയൻ ഫോം ചെയ്യാൻ സാധിക്കുന്നില്ല. ചെറുപ്പക്കാരിൽ നല്ലൊരു ശതമാനം ആൾക്കാരും പലതിലും പോയി വീഴുന്നതിൻ്റെ കാരണം ചെറുപ്പക്കാർ മാത്രമല്ല, പ്രായമുള്ളവരും. ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി നിന്നാൽ ആ രാഷ്ട്രീയ പാർട്ടിയുടെ മേളിലിരിക്കുന്ന ആൾക്കാർ പറയുന്ന എല്ലാ വിഡ്ഢിത്തരങ്ങളും വെള്ളം തൊടാതെ വിഴുങ്ങുന്ന ഒരു സ്വഭാവം പലർക്കുമുണ്ട്. ഇത് തന്നെയാണ് നമ്മുടെ കുട്ടികൾക്കുണ്ട്. ഇപ്പോൾ കൊറിയയിൽ നിന്നൊക്കെയുള്ള ഓരോ സീരിയലും മറ്റും കണ്ട് സംസ്കാരമൊക്കെ കണ്ട് വെള്ളം തൊടാതെ അത് വിഴുങ്ങിക്കൊണ്ട് ജീവിക്കുന്ന ധാരാളം കുട്ടികൾ ഇന്ന് സമൂഹത്തിലുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ കണ്ടിട്ട് അതിൻ്റെ അടിമകളായി മാറുന്ന, ഒന്ന് സ്വന്തമായി ചോദ്യം ചെയ്യാനോ സ്വന്തമായിട്ട് ക്രിട്ടിക്കലായിട്ടൊന്ന് അനലൈസ് ചെയ്യാനോ കൺസ്ട്രക്റ്റീവായിട്ട് ചിന്തിക്കാനോ ഒന്ന് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനോ, ഒരു പ്രശ്നം വരുമ്പോൾ വേറൊരു വഴി നമുക്ക് വെട്ടിത്തുറന്ന് പോകാൻ സാധിക്കുമോ, ഒരു വലിയ തടസ്സം വരുമ്പോൾ അതിനെ മറികടക്കാൻ സാധിക്കുമോ എന്നൊന്നും ചിന്തിക്കാൻ ഉള്ള കഴിവ് ഒരു ബ്രെയിനിന് ഉണ്ടാക്കാത്ത ധാരാളം വിദ്യാഭ്യാസം ഇന്ന് സമൂഹത്തിൽ നടക്കുന്നുണ്ട്. കുറേ കാണാതെ പഠിക്കുക, കുറേ നോട്ട്സ് കൊടുക്കുക, അത് കാണാതെ പഠിക്കുക, അത് ഛർദ്ദിച്ച് വയ്ക്കുക, അവരെല്ലാം വലിയ എമിനൻ്റായിട്ട് വാഴ്ത്തുക. ഇത് വലിയ ദുഃഖകരമായൊരവസ്ഥയാണ്. ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളിലും നമുക്ക് ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്, ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, റീസൺ ചെയ്യേണ്ടതായിട്ടുണ്ട്, ചിലതൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ കുട്ടികളുടെ ഒരു വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം കൊടുക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. അതുപോലെ റെസ്പെക്റ്റ് ഫോർ അതേഴ്സ്, എല്ലാവരെയും ബഹുമാനിക്കാനുള്ള, എല്ലാത്തിനെയും, അതിന് വലിപ്പച്ചെറുപ്പമൊന്നുമില്ല, എല്ലാത്തിനെയും ബഹുമാനിക്കാൻ, മനുഷ്യനെ മാത്രമല്ല പ്രകൃതിയെയും എല്ലാത്തിനെയും ബഹുമാനിക്കാനുള്ള ഒരു മനസ്സ് അവന് കൊടുക്കണം. ഈ ബഹുമാനമുള്ളവരാരാണ് പലപ്പോഴും നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്. ഈ ലോ സെൽഫ് എസ്റ്റീം ഉള്ള ആൾക്കാർക്ക് മറ്റുള്ളവരെ ബഹുമാനിക്കാൻ സാധിക്കില്ല. ഈ ചീത്തയൊക്കെ വിളിക്കുന്ന ആൾക്കാരാരാണ്? ഇവരേതാണ്ട് ധൈര്യമുള്ളവരൊന്നുമല്ല, ഒരു ഭൂലോക പേടിത്തൂറികളാണ്, യാതൊരു ധൈര്യവും ഇല്ലാത്തവരാണ്. കാരണം അവരുടെ ലോ സെൽഫ് എസ്റ്റീം, അവരുടെ കോംപ്ലക്സ്, അവരുടെ ചീപ്പ് ഈഗോ, ഇതൊക്കെ കൊണ്ടാണ് മറ്റുള്ളവരെ അസഭ്യം പറയുക, മറ്റുള്ളവരെ ആക്ഷേപിക്കുക, പൊതുസ്ഥലങ്ങളിൽ മറ്റുള്ളവരെ ചെറുതാക്കാൻ ശ്രമിക്കുക, പങ്കാളിയെ ചെറുതാക്കാൻ ശ്രമിക്കുക. ഞാൻ ഏതാണ്ട് വലുതാണ്. ഇന്ന് ഞാനൊരാളുമായിട്ട് സംസാരിക്കുകയായിരുന്നു. അവരുടെ പങ്കാളി സ്ഥിരമായിട്ട് ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ 2-3 ചോദ്യങ്ങളൊക്കെ അവരോടങ്ങ് ചോദിക്കും. ഇദ്ദേഹത്തിന് ഏതാണ്ട് വലിയ ഇദ്ദേഹം പഠിച്ചു വെച്ചിരിക്കുന്ന 2-3 കാര്യം അവരോടങ്ങ് ചോദിക്കുക. അവർ തിരിച്ച് 2 ചോദ്യം ചോദിച്ചാൽ ഇയാളുടെ വെടി തീരും. പക്ഷേ അതല്ല പ്രശ്നം. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ആക്ഷേപിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് നിങ്ങൾക്കിതറിയാമോ, നിങ്ങൾക്കതറിയാമോ എന്നൊക്കെ അങ്ങ് ചോദിക്കാൻ. ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു ചീപ്നെസ്സാണ്, ഇതൊരു ലോ ക്വാളിറ്റിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യർ ഈ വിദ്യാഭ്യാസം ഉള്ളവർ തന്നെയാണെന്നുള്ളതാണ് വളരെ രസകരമായ കാര്യം. കാരണം ഏതോ ഒരു അറിവ് ഉള്ളത് കൊണ്ടാണല്ലോ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. പക്ഷേ ഈ അറിവുകൾ, പൂർണ്ണമായ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കുറേ അറിവുകൾ മാത്രമല്ല, അറിവുകളോടൊപ്പം വലിയൊരു സംസ്കാരവും കൂടെ ചേരുന്നതാണ്. സംസ്കാരം എന്ന് പറയുന്നത് തന്നെ സംസ്കരിക്കപ്പെടലാണ്. സംസ്കരിക്കപ്പെടുമ്പോൾ എന്താ സംഭവിക്കണേ? നമുക്ക് ചുറ്റുപാടുമുള്ളതിനെയൊക്കെ റെസ്പെക്റ്റ് ചെയ്യാൻ, നമ്മൾ ഒറ്റയ്ക്കല്ലെന്നും എല്ലാത്തിനെയും കൂടെ ചേർത്ത് പിടിക്കുമ്പോഴാണ് എല്ലാം പൂർണ്ണമാകുന്നതെന്നുള്ളൊരു തിരിച്ചറിവ്. ഇത് വിദ്യാഭ്യാസത്തിലൂടെ എൻ്റെ മകന് ലഭിക്കണമെന്നൊരു പിതാവ് ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ മാതാപിതാക്കളോട് ഞാൻ ഇതിനിടയിൽ ചോദിക്കുന്നൊരു ചോദ്യം, നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ലക്ഷ്യങ്ങളുണ്ടോ നമ്മുടെ കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസത്തിലേക്ക് പോകുന്നത്? അതുകൊണ്ട് നമുക്കൊരു ലക്ഷ്യമില്ലാത്തത് കൊണ്ടാണ് ചന്ത തീരുമാനിക്കുന്ന പലതുമായി നമ്മുടെ കുഞ്ഞുങ്ങൾ മാറുകയാണ്. കുറേ
കച്ചവട വിദ്യാഭ്യാസങ്ങൾ ഈ സമൂഹത്തിൽ വരുന്നു. അവരോരോന്നെടുത്ത് നമ്മുടെ പിള്ളേർക്ക് കൊടുക്കുക. കാരണം നമുക്കൊരു ഒബ്ജക്റ്റീവ് ഇല്ല. ഞാൻ പലപ്പോഴും കാണുന്നത് നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചില ലക്ഷ്യങ്ങളുണ്ട് എന്ന് പറയാനുള്ള ഒരു വേദിയോ ഇടം പോലും ഇന്നില്ല. അത് വേണമെന്ന് മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നുമില്ല. പലപ്പോഴും ഒരു സ്കൂളിൽ പേരൻസും ടീച്ചേഴ്സും കൂടെ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യാൻ പറ്റുന്നൊരു വേദി പോലും ഇല്ല. എത്ര ദുഃഖകരമാണ്. 14 വർഷമൊക്കെ ഒരു സ്കൂളിൽ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഒരു ദിവസം പോലും ഒരുമിച്ചിരുന്ന് വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനൊരു വേദിയില്ല എന്നുള്ളതാണ് ദുഃഖകരമായ കാര്യം. ഇതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ദാരിദ്ര്യം എന്ന് പറയുന്നത്. ഫൈനലായിട്ട് അദ്ദേഹം പറയുന്നത് റിസൈലൻസ് ആൻഡ് പെർസിവറൻസ്, ക്ഷമയോടെ കാത്തിരിക്കാനുള്ള ക്ഷമ, ഒരു പേഷ്യൻസ്, റിസൈലൻസ്, പെർസിവറൻസ്, ഒരു ലക്ഷ്യത്തിന് വേണ്ടി നിരന്തരമായി പരിശ്രമിക്കാൻ. ആ ലക്ഷ്യം ഒരുപക്ഷെ നേടാൻ പറ്റിയില്ലെങ്കിൽ പോലും ഇത് വളരെ പ്രധാനമായൊരു കാര്യമായിട്ട് അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. എൻ്റെ മകന് ആ ക്ഷമയുണ്ടാവണം. എല്ലാം പെട്ടെന്ന് അങ്ങ് സാധിച്ചു കൊടുത്ത്, എല്ലാം ഇൻസ്റ്റൻ്റായിട്ട് കൊടുത്ത്, ഒന്ന് ചോദിക്കുമ്പോൾ 4 വാങ്ങിച്ച് കൊടുത്ത് നമ്മുടെ കുട്ടികളെയൊക്കെ വെറും ഇൻസ്റ്റൻറ്റ് ജനറേഷനാക്കി, ഒരു ഇൻസ്റ്റൻറ്റ് കോഫി പോലെ പെട്ടെന്നുണ്ടാക്കുന്ന ഒരു സാധനമാക്കി മാറ്റിക്കളയരുത്. അതിന് വലിയ ദോഷങ്ങളുണ്ട്. എല്ലാം ഒരു ക്ലിക്ക് ഓഫ് എ ബട്ടണിൽ സാധിച്ചെടുക്കുമ്പോൾ അതിൻ്റെ കുഴപ്പമെന്താ? അങ്ങനെയൊന്നും സാധിക്കാത്ത ഒരുപാട് കാര്യങ്ങളാണ് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ. ആ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് വരുമ്പോൾ നഷ്ടപ്പെടുന്നതിനോടൊക്കെ ഭയങ്കര വയലൻ്റായിട്ട് ഇത്തരം കുട്ടികൾ പ്രതികരിക്കാം. അല്ലെങ്കിൽ അതോടുകൂടി അവൻ തകർന്നു പോകാം, വീണു പോകാം. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? നമ്മൾ വിദ്യാഭ്യാസത്തിലൂടെ കുട്ടികൾക്ക് നേടിക്കൊടുക്കേണ്ട ഏറ്റവും പ്രധാനമായൊരു കാര്യമാണ് പേഷ്യൻസ്. അത് എന്ത് ചോദിച്ചാലും ഒന്ന് ഇച്ചിരി താമസിച്ച് മാത്രം അവർക്ക് കൊടുക്കുക. അതിൻ്റെ കാരണങ്ങൾ അവരോട് വിശദീകരിക്കുക. ഏതൊരു കാര്യത്തിനും ഒരു ക്ഷമയോടെ കാത്തിരിക്കണമെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുക. ഒരു കോഴ്സ് പഠിക്കണമെങ്കിൽ അതിന് കുറച്ച് ഒരു പീരീഡ് അത് പഠിച്ചേ പറ്റുള്ളൂ. ഇപ്പോൾ ഒരാൾ ഫുട്ബോൾ കളിക്കാൻ ഒരു അക്കാഡമിയിൽ ചേർന്നു. ഫുട്ബോൾ കളിക്കാനുള്ള അക്കാഡമിയിൽ ചേർന്ന് ഒരാഴ്ചയായിട്ടും ആ ഗ്രൗണ്ടിന് ചുറ്റുമിട്ട് ഓടിക്കുകയാണ്. പുള്ളി അതെല്ലാം മതിയാക്കി ഇങ്ങനെ പോകുന്നു. ഞാൻ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് അവിടെ ഫുട്ബോൾ കളിയൊന്നുമില്ല, ഓടിയിലാണ്. ഞാൻ പറഞ്ഞു, മോനെ, വലിയ ഫുട്ബോളറാക്കാനായിട്ട് നിന്നെ പരിശീലിപ്പിക്കുന്നതിൻ്റെ ആദ്യത്തെ ഭാഗം ഓട്ടമാണ്. അങ്ങനെ പല കാര്യങ്ങളാണ്. അല്ല നേരെ കയറി അങ്ങാരും ഗോളടിച്ച് മരഡോണായും പിന്നെ ലയണൽ മെസ്സിയും ഒന്നും ആവില്ല. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള വൈഭവം ഇന്നത്തെ കുഞ്ഞുങ്ങളിലില്ല. എന്താ പ്രശ്നം? നമ്മളുടെ ഒരു ഇൻസ്റ്റൻറ്റ് ജനറേഷൻ വരുന്നൊരു കുഴപ്പമാണ്. ഈ സെൽഫോണിലും ഒക്കെ ഒരു ബട്ടൺ അമർത്തി എല്ലാം നേടിയെടുക്കുന്ന കുട്ടികളുടെ ഒരു വിചാരം ജീവിതത്തിലെല്ലാം ഇതുപോലെ കിട്ടുമെന്നാണ്. പക്ഷെ ഒരു പ്രതിഭയെ സൃഷ്ടിക്കുന്നത് ഒരുപാട് ക്ഷമയിലൂടെയാണ്. നിരന്തരമായി കാത്തിരിക്കണം ഒരു വിജയത്തിനായിട്ട്. അങ്ങനെ തന്നെയാണ് അത് നേടിയെടുക്കേണ്ടതായിട്ട് വരുന്നത്. അദ്ദേഹം ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. എല്ലാവരും എതിർത്താലും, താൻ ഒറ്റപ്പെട്ടാലും തൻ്റെ വിശ്വാസങ്ങളിൽ ഉറച്ചു നിൽക്കാൻ എൻ്റെ മകന് കഴിയണം. താൻ ഒറ്റപ്പെട്ടു പോയാലും ശരിയുടെ ഭാഗത്ത് ഉറച്ചു നിൽക്കാൻ, തൻ്റെ ബോധ്യത്തിൻ്റെ ഭാഗത്ത് ഉറച്ചു നിൽക്കാൻ തൻ്റെ മകനും കഴിയണം. ആൾക്കൂട്ടത്തിൽ പെട്ടുപോകരുത്. ആൾക്കൂട്ടത്തിൻ്റെ സ്വാധീനത്തിൽ തൻ്റെ അഭിപ്രായങ്ങൾ മുങ്ങിപ്പോകരുത്. ഇന്ന് ആൾക്കൂട്ടത്തിനനുസരിച്ചാണ് നമ്മൾ കുട്ടികളെ ജീവിക്കാൻ പഠിപ്പിക്കുന്നത്. അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും. ഇവിടെ പറയുകയാണ് വിദ്യാഭ്യാസത്തിലൂടെ അവന് ഉയർന്നു നിൽക്കാൻ, അവൻ്റെ അഭിപ്രായങ്ങളിൽ ഉയർന്നു നിൽക്കാൻ, അവൻ്റെ ചിന്തകളിൽ ഉയർന്നു നിൽക്കാൻ, അവൻ വിശ്വസിക്കുന്നതിൽ ഉയർന്നു നിൽക്കാൻ അവന് ശേഷിയുണ്ടാവണം. വിദ്യാഭ്യാസത്തിൽ നിന്ന് മാതാപിതാക്കൾ ഇങ്ങനെയൊക്കെ ആഗ്രഹിച്ചിരുന്നെങ്കിൽ നമ്മുടെ കുട്ടികളിലൊക്കെ വലിയ വ്യത്യാസങ്ങളുണ്ടാവും. അതുപോലെ ഏറ്റവും പ്രധാനമായി അവിടെ പറയുന്നു, അവന് തോൽക്കാൻ അവസരങ്ങൾ കിട്ടണം. ജയിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. കാരണം ആ ജയം തെറ്റായ വഴികളിലൂടെയാണെങ്കിൽ ആ ജയത്തെക്കാളും ഏറ്റവും വലുത് തോൽവിയാണ്. തോൽവിയുടെ മഹത്വത്തിനെക്കുറിച്ചാണ് അദ്ദേഹം അവിടെ പറയുന്നത്. തെറ്റായ വഴികളിലൂടെയുള്ള ജയം ഒരിക്കലും ജയമല്ല. ശരിയായ വഴിയിൽ കൂടി മാത്രം ജയിച്ചാൽ മതി. തെറ്റായ വഴികളിലൂടെ ജയിക്കേണ്ട. ഇവിടെ അങ്ങനെയല്ല. എങ്ങനെയെങ്കിലുമൊക്കെ മാർഗം വാങ്ങിച്ചു കൊടുക്കാൻ എല്ലാ കുറുക്കു വഴികളും തേടുന്ന മാതാപിതാക്കളും അങ്ങനെ കുറുക്കു വഴികൾ സൃഷ്ടിക്കുന്ന. ഇപ്പോൾ SLC പരീക്ഷയും +2 പരീക്ഷയൊക്കെ വരികയാണ്. കുട്ടികൾക്ക് എങ്ങനെയൊക്കെ അവർ A+ വാങ്ങിപ്പിക്കാൻ അതിനെന്തെല്ലാം കുറുക്കു വഴികൾ തേടാം, എങ്ങനെയൊക്കെ അവരെ വിജയത്തിലെത്തിക്കാൻ എന്തെല്ലാം ഉഡായിപ്പുകൾ നടത്താം. ഇതിൻ്റെ റിസർച്ച് ഇപ്പോൾ നടക്കുകയാണ്. കേരളത്തിലെ പല സ്കൂളുകളിലും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ഇതെല്ലാം കുട്ടികളെ ചെറിയ പ്രായത്തിൽ തന്നെ അവരുടെ മൂല്യബോധവും അവരുടെ ഡിഗ്നിറ്റിയും എല്ലാം നഷ്ടപ്പെടുത്തി വെറും ലോ ക്ലാസ് സിറ്റിസൻസിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയയിലേക്ക് വരികയാണ്. ഇവിടെ ഈ ഒരു കത്ത് ദശാബ്ദങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ടെന്ന് വിശ്വസിക്കുന്ന ഈ ഒരു കത്ത് ഇന്നും എത്ര റിലവൻ്റാണ്. നമ്മുടെയൊക്കെ മനസ്സിൽ നമ്മുടെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്താണ്
നമ്മുടെയൊക്കെ മനസ്സിലെ ചിന്ത. ഞാനിത് ഇന്ന് ഈ ഒരു ടോപ്പിക്ക് എടുക്കാൻ തന്നെ കാരണം, കഴിഞ്ഞ ദിവസം ഒരു പേരൻറ്റ് കുട്ടികളുമായിട്ട് ഞാൻ സംസാരിക്കണം. ആ പേരൻ്റ് എന്നോട് പറഞ്ഞത്, സാറേ അവൻ സ്കൂളിലും പോയി ട്യൂഷനും ഒക്കെ പോയി കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവനങ്ങ് ക്ഷീണവുമാണ്, അവന് പഠിക്കാനൊരു താല്പര്യമില്ല. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഈ സ്കൂളിൽ പോയി ട്യൂഷനും പോയി ചെല്ലുന്നിടത്തെല്ലാം എന്താണ്, കുറേ ചോദ്യോത്തരവും കുത്തിയിരുത്തി പഠിപ്പിക്കുകയാണ്. അവിടെയൊന്നും വിദ്യാഭ്യാസത്തിലൂടെ ലഭിക്കേണ്ട ക്വാളിറ്റീസ് ഒന്നും കുട്ടികളിലേക്ക് വരുന്നില്ല. വിദ്യാഭ്യാസത്തെ പറ്റി ഒരു സന്തോഷകരമായ ഒരു കഥയോ, ഒരു ഐൻസ്റ്റീൻ്റെ കഥ പറഞ്ഞു കൊടുക്കുന്ന എത്ര സ്കൂളുകളുണ്ട്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എൻ്റെ മകൻ തന്നെ BBAക്ക് പഠിക്കുകയാണ്. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഒരു പിന്നെ നാഷണൽ ബഡ്ജറ്റ്, സ്റ്റേറ്റ് ബഡ്ജറ്റ് വന്നിട്ട് ആ ബഡ്ജറ്റ് പോലും അത്തരം ക്ലാസ്സുകളിലൊന്നും ചർച്ച ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സമൂഹത്തിലാണ് നമ്മുടെ. അപ്പോൾ കുട്ടികളെ പ്രായോഗികമായ തലത്തിൽ അല്ലെങ്കിൽ സ്വഭാവപരമായി, വ്യക്തിത്വപരമായി, ആശയപരമായി, വൈകാരികമായി ഒക്കെ രൂപപ്പെടുത്താനുള്ള ഒരുപാട് സാധ്യതകൾ നമ്മൾ കളഞ്ഞു കുളിക്കുകയാണ്. അതിന് പകരം കുറേ പഠിപ്പിച്ച് എങ്ങനെയും കുറേ പരീക്ഷ. അപ്പോൾ സ്വാഭാവികമായിട്ട് കുട്ടികൾ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് അങ്ങ് ടയേർഡാവും. അവരെന്തോ ഒരു മെഷീൻ പോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു എന്തൂസിയാസം ഇല്ല, സ്പിരിറ്റ് ഇല്ല, ഡ്രൈവ് ഇല്ല, ഹാപ്പിനെസ് ഇല്ല. ഇത് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? അതാണ് എബ്രഹാം ലിങ്കൻ തൻ്റെ മകൻ്റെ സ്കൂള് അധികാരികളോട് ആവശ്യപ്പെടുന്നത്. അവനെ ഒരു നല്ല ചൈതന്യമുള്ള മനുഷ്യനാക്കിയെടുക്കുക. അതിന് ഈ കാര്യങ്ങളിലൊക്കെ അവനെ വ്യത്യസ്തനാക്കി കൊണ്ടുവരാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ, അത്തരത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ചീറ്റ് ചെയ്യാതെ ശരിയിൽ നിൽക്കാൻ, സത്യത്തിൽ നിൽക്കാൻ, നീതിയിൽ നിൽക്കാൻ, നിലപാടുകളിൽ നിൽക്കാൻ, ആശയങ്ങളിൽ നിൽക്കാനൊക്കെ കഴിയുന്ന കുഞ്ഞുങ്ങളെ രൂപപ്പെടുത്താൻ നമുക്ക് കഴിയട്ടെ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് കേരളത്തിലെ കുട്ടികളോ ഇന്ത്യയിലെ കുട്ടികളോ മാത്രമല്ല, ലോകത്തെല്ലായിടത്തുമുള്ള കുട്ടികൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസത്തിലൂടെ ഒരു കുട്ടി നേടേണ്ട ഒരു രൂപാന്തരം എന്താണെന്ന് കാലഘട്ടങ്ങൾ താണ്ടി റിലവൻസോടെ നിൽക്കുന്ന ഒരു കത്തിൻ്റെ ഉള്ളടക്കമാണ് ഇതിൽ നമ്മൾ ചർച്ച ചെയ്തത്. ചിന്തിക്കുക, ഒരല്പം ചിന്തിച്ചാൽ മാത്രമേ ഇത്തരത്തിലുള്ള അതിൻ്റെ പ്രാധാന്യം മനസ്സിലാവുള്ളൂ. ഇത്തരം കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ സമൂഹത്തിന് അഭിമാനിക്കാൻ പറ്റും, കുടുംബങ്ങൾക്ക് അഭിമാനിക്കാൻ പറ്റും, പേരൻസിന് അഭിമാനിക്കാൻ പറ്റും. ഓൾ ദി ബെസ്റ്റ് ടു ഓൾ ഓഫ് യു.